ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയെന്നാരോപിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകനെ മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസ്ലിം ലീഗ് കീഴല്ലൂർ പഞ്ചായത്ത് ട്രഷറർ തെരൂർ പാലോട് സ്വദേശി ടി.പി. ബഷീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മട്ടന്നൂർ സ്റ്റേഷൻ മുന്നിൽ UDF പ്രവർത്തകർ സംഘടിച്ചു. ഒടുവിൽ ബഷീറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയിലാണ് ടി.പി. ബഷീറിനെ മട്ടന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് ചെയ്തതും. പ്രദേശത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ വിദ്വേഷപരമായ ശബ്ദ സന്ദേശങ്ങൾ അയച്ചുവെന്നാണ് പരാതി. ഇദ്ദേഹം ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ശബ്ദ സന്ദേശങ്ങൾ പോലീസ് നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. രാത്രിയിൽ തന്നെ UDF സംഘം ഇയാളെ ജാമ്യത്തിൽ വിടണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു. എന്നാൽ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ ജാമ്യം നൽകാൻ ആകൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നേതാക്കൾ മടങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് രാവിലെ മുതൽ സ്റ്റേഷൻ പരിസരത്ത് UDF പ്രവർത്തകർ തമ്പടിച്ചിരുന്നു. തുടർന്ന് നേതാക്കളായ അബ്ദുൽ കരീം ചേരേരി, മാർട്ടിൻ ജോർജ്, അൻസാരി തിലങ്കേരി, രാജീവൻ ഇളയാവൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം ബഷീറിനെ ജാമ്യത്തിൽ വിടുകയായിരുന്നു. 505(2) എന്ന വകുപ്പാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ബഷീറിന്റെ അസുഖബാധിതയായ അമ്മയെ വോട്ട് ചെയ്യിക്കാൻ ആംബുലൻസിൽ എത്തിച്ച സമയത്ത് കീഴല്ലൂർ പാലയോട് ബൂത്തിൽ സംഘർഷം അരങ്ങേറിയിരുന്നു. അക്രമത്തിൽ ബഷീറിന്റെ മകന് പരിക്കേറ്റിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ചതെന്നാണ് അറിയുന്നത്. ജാമ്യത്തിൽ വിട്ട ശേഷം UDF പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. അഭിവാദ്യങ്ങൾ ടി.പി. ബഷീറിന്റെ അഭിവാദ്യങ്ങൾ ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.